ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഡ്രില്ലുകളെ കുറിച്ചാണ്. ഡ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രിൽ ബിറ്റ് എല്ലാവരും കണ്ടാവും. നമ്മൾ സാധാരണ കാണുന്ന ഡ്രിൽ ബിറ്റ് ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറയുന്ന ഒരു ഡ്രില്ലാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറയുന്ന ഒരു ഡ്രിൽ ബിറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അതല്ലാതെ മറ്റുള്ള 2-3 ടൈപ്പ് ഡ്രില്ലുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഡ്രിൽ ബിറ്റുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മെക്കാനിക്കൽ ആർക്ക് അറിയുന്നുണ്ടാവും. ഡ്രിൽ ബിറ്റിന്റെ പോയിന്റ് ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പഞ്ച് പറഞ്ഞപ്പോൾ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രിക് പഞ്ചിന്റെ 30 ഡിഗ്രി ആണ് എന്നും നമ്മളുടെ ഡോട്ട് പഞ്ചിന്റെ 60 ഡിഗ്രി ആണ് എന്നും അതേപോലെ സെൻട്രൽ പഞ്ചിന്റെ പോയിന്റ് ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നും നമ്മൾ പോയിന്റ് ആംഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആംഗിൾ, ഈ ഒരു മൊനയുടെ ആംഗിളിനെയാണ് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ട്വിസ്റ്റ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത് 118 ഡിഗ്രിയാണ്. മെക്കാനിക്കലാർക്ക് അറിയുന്നുണ്ടാവും. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ട്വിസ്റ്റ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ 118 ഡിഗ്രിയാണ്. എന്താണ് 118 ഡിഗ്രി? കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വീണ്ടും പറയുന്നു, ഡ്രില്ലുകളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഡ്രില്ലിംഗ് എന്ന് പഠിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ഡ്രില്ലിംഗ്? ഡ്രില്ലിംഗ് ഇസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഹോൾസ് ഓൺ വർക്ക് പീസ്. അതായത് നമ്മളെ വർക്ക് പീസുകളിൽ ഇതേപോലുള്ള റൗണ്ട് ആയിട്ടുള്ള ഹോളുകൾ നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഡ്രില്ലിംഗ് ഇസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ഹോൾസ് ഓൺ വർക്ക് പീസ്. ദ ഡ്രിൽ യൂസ്ഡ് ആസ് എ ടൂൾ. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ ഡ്രില്ലി എന്ന് പറയുന്നത്. For drilling, the drill is rotated with a downward pressure, causing the tool to penetrate into material. അതായത് ഡ്രില്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡ്രിൽ ബിറ്റ് ഇങ്ങനെ കടന്ന് റൊട്ടേറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ താഴത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഒരു പ്രഷർ കൊടുക്കുകയും ചെയ്യും. അതായത് താഴത്തോട്ട് ഇങ്ങനെ ഒരു പ്രഷറും കൊടുക്കും. അതും പോരാത്തോണ്ട് എന്ത് ചെയ്യും? ഈ ഡ്രിൽ ബിറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ഡ്രിൽ ബിറ്റ് നമ്മളുടെ വർക്ക് പീസിലോട്ട് പെനിട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഴ്ന്നിറങ്ങുകയും ഉൾഭാഗത്ത് എന്ത് കട്ട് ചെയ്യുന്നു? ഒരു ഹോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഹോൾ ഇടാൻ വേണ്ടി, വർക്ക് പീസിൽ ഹോൾ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ്. നമ്മളുടെ ഡ്രിൽ ബിറ്റ് ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂള്. എങ്ങനെയാണ് ഡ്രില്ലിംഗ് ചെയ്യുന്നത്? ഡൗൺവാർഡ് പ്രഷർ കൊടുക്കും, എന്നിട്ട് ഡ്രിൽ ബിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഡ്രിൽ ബിറ്റ് നമ്മുടെ വർക്ക് പീസിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്തിറങ്ങുകയും ആഴ്ന്നിറങ്ങുകയും നമ്മളുടെ വർക്ക് പീസിനകത്ത് ഹോള് കട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഡ്രില്ലിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ടൂളാണ് ഡ്രിൽ ബിറ്റ് എന്ന് പറഞ്ഞത് അല്ലെ. ഡ്രിൽ ബിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കാം. എന്താണ്? ഡ്രിൽ ബിറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡ്രിൽ ബിറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ ആണ് എന്ന് പഠിച്ചു നോക്കുക. ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് ഡ്രിൽ ബിറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഡ്രിൽ ബിറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ്. 3 തരത്തിലുള്ള ഡ്രിൽ ബിറ്റുകൾ ഉണ്ട്. ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിൽ ബിറ്റ് ഉണ്ട്. സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഡ്രില്ലും ഉണ്ട്. ട്വിസ്റ്റ് ഡ്രില്ലാവും നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. ഈ മെഷീനിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ട്വിസ്റ്റ് ഡ്രില്ലാണ് കേട്ടോ. ഈ ട്വിസ്റ്റ് ഡ്രില്ലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുന്ന ഡ്രില്ല്. എന്നാൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിൽ ബിറ്റ് ഉണ്ട്. സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിൽ ബിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ട്വിസ്റ്റ് ഡ്രില്ല് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ട്വിസ്റ്റ് ഡ്രില്ലുമാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രില്ല്? എന്തിനു വേണ്ടിയാണ് സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ഡ്രില്ല്? എന്തിനാണ് ട്വിസ്റ്റ് ഡ്രില്ല് ഉപയോഗിക്കുന്നത്? പരീക്ഷ അങ്ങനെ ചോദിക്കും. അതേപോലെ തന്നെ ഏത് ഡ്രിൽ ബിറ്റ് ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത്, അപ്പൊ ഫ്ലാറ്റ് ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ഫ്ലൂട്ടഡ് ആയിക്കോട്ടെ, ട്വിസ്റ്റ് ഡ്രിൽ ആയിക്കോട്ടെ, ഏത് ഡ്രിൽ ബിറ്റ് ആണെങ്കിലും നിർമ്മിച്ചിരിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ നോക്കി, ആദ്യം നമുക്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ ബിറ്റിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം. ഫ്ലാറ്റ് ഡ്രിൽ ബിറ്റ്സ് ആർ ആൾസോ കോൾഡ് എന്താണ്? സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ് എന്ന് പഠിക്കാം കേട്ടോ. ഫ്ലാറ്റ് ഡ്രിൽ ബിറ്റ്സ് ആർ ആൾസോ കോൾഡ് എന്താണ്? സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ്സ് എന്ന് പഠിക്കാം. ഫ്ലാറ്റ് ഓർ സ്പെയ്ഡ് ഡ്രിൽ ബിറ്റിനെ കുറിച്ച് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ് എന്നാണ് പറയാം. അപ്പൊ ഫ്ലാറ്റ് ഡ്രിൽ ബിറ്റ്സ് ആർ ആൾസോ കോൾഡ് സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ്സ് എന്ന് എഴുതി വെക്കുക. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഡ്രിൽ ബിറ്റ് ആണ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ്. ഇവിടെ വളരെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു ഭാഗം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ചെയ്യുക. This type of drill is used where the required size of twist drill not available. നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള ട്വിസ്റ്റ് ഡ്രിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുക ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ് ആണ്. This type of drill also used for drilling shallow holes in heavy work. ഷാലോ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയാ, പൊള്ളയായിട്ടുള്ള അല്ലെങ്കിൽ ആഴമേറിയ ഹോൾ എന്നുള്ള അർത്ഥമാണ്. ഷാലോ ഹോൾസ് ഇൻ ഹെവി വർക്ക്. ഹെവി വർക്കുകളിലൊക്കെ ഷാലോ ഡെപ്ത് ഹോളുകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? നമ്മളുടെ ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കാം. പരീക്ഷയ്ക്ക് 2 രീതിയിൽ ചോദിക്കാം. ഫ്ലാറ്റ് ഡ്രിൽ ബിറ്റ്സ് ആർ ആൾസോ കോൾഡ്, ഫ്ലാറ്റ് ഡ്രിൽ ബിറ്റ്സ് ആർ ആൾസോ കോൾഡ് സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ്സ്. ഫ്ലാറ്റ് ഡ്രിൽ ബിറ്റ്സ് ആർ ആൾസോ കോൾഡ് സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ്സ്. എന്തിനു വേണ്ട? യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഷാലോ ഹോൾസ് ഇൻ ഹെവി വർക്ക്സ്. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും. വിച്ച് ഡ്രിൽ ബിറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ഹോൾസ് ഓൺ ഹെവി വർക്ക്സ്? അതേതാ? ഷാലോ ഹോൾസ് ഇൻ ഹെവി വർക്ക് എന്ന് ചോദിച്ച ഉത്തരം എന്താണ്? ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്പെയ്ഡ് ഡ്രിൽ ബിറ്റ് ആണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഡ്രിൽ ബിറ്റ് നോക്കി. അടുത്ത ഡ്രിൽ ബിറ്റ് സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ് ആണ്. സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള കണ്ട ഇവിടെ കട്ടിംഗ് എഡ്ജ് നോക്കിയാൽ കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ നമ്മളെ ട്വിസ്റ്റ് ഡ്രിൽ ഇങ്ങനെ എന്താ സ്പൈറൽ ആയിട്ടാ പോകുക. സ്പൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് പോലെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ഈ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് നോക്കിയാൽ കട്ടിംഗ് എഡ്ജും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കട്ടിംഗ് എഡ്ജും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഹാസ് എ ഗ്രൂവ് ഓർ ഫ്ലൂട്ട് റണ്ണിങ് പാരലൽ ടു ദ ഡ്രിൽ ആക്സിസ്. ഇതേപോലുള്ള ഗ്രൂവുകൾ നമ്മളുടെ ഡ്രിൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ കട്ടിംഗ് എഡ്ജ് കൊടുത്തിട്ടുള്ള ഈ ഗ്രൂവുകൾ നമ്മളുടെ ഡ്രിൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഡ്രില്ലിംഗ് ബ്രാസ്, കോപ്പർ ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് സോഫ്റ്റ് മെറ്റീരിയൽസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സോഫ്റ്റ് മെറ്റീരിയൽസ് ഡ്രിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ്സ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഡ്രിൽ ഷീറ്റ് മെറ്റൽ ആൻഡ് കോർസ് ഇൻ ദി കാസ്റ്റിംഗ്സ്. അതായത് ഷീറ്റ് മെറ്റലുകൾ ഡ്രിൽ ചെയ്യാനും നമ്മളെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ഉരുക്കി ഒഴിച്ചുണ്ടാക്കുന്ന കാസ്റ്റിങ്ങുകളിലൊക്കെ ഡ്രിൽ ചെയ്യാനും എന്ത് ഉപയോഗിക്കാം? സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ്സ് ഉപയോഗിക്കാം. അപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ്സ് ബ്രാസ്, കോപ്പർ, സോഫ്റ്റ് മെറ്റീരിയൽസ് ഡ്രിൽ ചെയ്യാൻ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ്സ് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഷീറ്റ് മെറ്റൽസ് ഒക്കെ ഡ്രിൽ ചെയ്യാനും ഏത് തന്നെയാണ് ഉപയോഗിക്കുക? സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ്സ് ആയിരുന്നു ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിയാൽ അടുത്ത നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് ഏതാണ്? ട്വിസ്റ്റ് ഡ്രിൽസ് ആണ് അല്ലെ. ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറയുന്ന പേര് തന്നെ ട്വിസ്റ്റ് അല്ലെ. ഇൻ ദിസ് ടൈപ്പ് ടു സ്പൈറൽ ഫ്ലൂട്ട് റൺ ലെങ്ത് വൈസ് അറൌണ്ട് ദ ബോഡി ഓഫ് ദ ഡ്രിൽ. അതായത് ഈ സ്പൈറൽ പോലെയുള്ള ഈ ഒരു ഭാഗം ഇങ്ങനെ എന്താണ് കണ്ടത് ഇങ്ങനെ സ്പൈറൽ ആയിട്ടാണ് ബോഡിയുടെ മുകളിൽ ഇങ്ങനെ സ്പൈറൽ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. നേരത്തെ ഡ്രിൽ ആക്സിസിന് പാരലൽ ആയിട്ട് സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ്സില് ഡ്രിൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരുന്നു ഈ ഒരു കട്ടിംഗ് എഡ്ജ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്വിസ്റ്റ് ഡ്രിൽസിൽ ഈ കട്ടിംഗ് എഡ്ജ് ഇങ്ങനെ എന്താണ് സ്പൈറൽ ആകൃതിയിലാക്കി സ്പ്രിംഗ് പോലെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. This is the most common type drill used for all purpose and especially for faster drilling of accurate holes. അതായത് കൃത്യമായ അളവിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ അളവിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡ്രില്ല് ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ട്വിസ്റ്റ് ഡ്രില്ലാണ്. അപ്പൊ പരീക്ഷയിൽ ചോദിക്കും വിച്ച് ഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ ഫാസ്റ്റർ ഡ്രില്ലിംഗ് ഓഫ് ആക്യുറേറ്റ് ഹോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ഹോളുകൾ വളരെ കൃത്യതയാർന്ന അളവിൽ പെട്ടെന്ന് ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ട്വിസ്റ്റ് ഡ്രില്ലാണ്. സോഫ്റ്റ് മെറ്റീരിയൽസ് ഡ്രില്ല് ചെയ്യാൻ ഏതാ ഉപയോഗിക്കുന്നത്? സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഡ്രിൽ ചെയ്യാൻ സ്ട്രൈറ്റ് ഫ്ലൂട്ടഡ് ഡ്രിൽ ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷാലോ ഹോൾസ് ഹെവി വർക്കിൽ ചെയ്യാൻ വേണ്ടി ഏതാ ഉപയോഗിക്കുന്നത്? നമ്മൾ സ്പേഡ് ഡ്രിൽ ബിറ്റ് അഥവാ ഫ്ലാറ്റ് ഡ്രിൽ ബിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മൂന്ന് ഡ്രിൽ ബിറ്റുകളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഡ്രിൽ ബിറ്റ് ഏതാണ്? ട്വിസ്റ്റ് ഡ്രിൽ ഇസ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഡ്രിൽ ബിറ്റ് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയാണ് നമുക്ക് ട്വിസ്റ്റ് ഡ്രില്ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു. അപ്പൊ ട്വിസ്റ്റ് ഡ്രില്ലിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. എന്താണ് ഈ പോയിന്റ്? ഞാൻ പറഞ്ഞു ഈ ഒരു പോയിന്റ് ഉണ്ട്, ഇതിനൊരു പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റിൽ ഒരു ആംഗിളും ഉണ്ട്. ഈ പോയിന്റ് ആംഗിൾ എത്രയാണ് വരുന്നത്? നോർമൽ പർപ്പസിന് 118 ഡിഗ്രിയാണ് നമ്മുടെ ട്വിസ്റ്റ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ ട്വിസ്റ്റ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ. അതായത് ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ട്വിസ്റ്റ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത് 118 ഡിഗ്രിയാണ്. അതായത് നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട മെറ്റീരിയലിനനുസരിച്ച് ഈ പോയിന്റ് ആംഗിൾ മാറാം. ഡ്രില്ല് ചെയ്യേണ്ട മെറ്റീരിയലിനനുസരിച്ചിട്ട് ഈ പോയിന്റ് ആംഗിൾ വേണമെങ്കിൽ മാറാം. പക്ഷെ നോർമൽ പർപ്പസിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത് 118 ഡിഗ്രിയാണ്. നോർമൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റിന്റെ പോയിന്റ് ആംഗിൾ വരുന്നത് എത്രയാണ്? 118 ഡിഗ്രിയാണ് എന്ന് ഇപ്പോഴേ പഠിച്ചു വെക്കുക. അപ്പൊ പോയിന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫ്ലൂട്ട് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അതേപോലെ ഫ്ലൂട്ട് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഫ്ലൂട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഷാങ്ക് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ ഷാങ്ക് ആണ് നമ്മൾ എവിടേക്ക് ഫിക്സ് ചെയ്യുന്നത്? നമ്മുടെ മെഷീൻസിന്റെ മുകളിലോട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗം ഈ ഷാങ്ക് എന്ന് പറയുന്ന ഒരു ഷാങ്ക് ആണ്. ഷാങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ ഷാങ്ക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഷാങ്ക് ടാപ്പർ ഷാങ്ക് ഉണ്ട്, സ്ട്രൈറ്റ് ഷാങ്ക് ഉണ്ട്. നമുക്ക് ഷാങ്കിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിക്കാനുണ്ട്. ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ക്ലിയറൻസ് പോലെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ബോഡി ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തൊരു ബോഡി ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗവും കൊടുത്തു. അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇത്രയും മാത്രം പഠിച്ചു വെക്കുക. പോയിന്റ് ആംഗിൾ ഓഫ് എ ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 118 ഡിഗ്രിയാണ്. പോയിന്റ് ആംഗിൾ ഓഫ് എ ട്വിസ്റ്റ് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 118 ഡിഗ്രിയാണ്. അത് 118 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മാറാം. എങ്ങനെ? ഡ്രില്ല് ചെയ്യേണ്ട മെറ്റീരിയൽ അനുസരിച്ചിട്ട് പോയിന്റ് ആംഗിൾ മാറാം. പക്ഷെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ട്വിസ്റ്റ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിക്കാതെ 118 ഡിഗ്രി തന്നെയാണ്. അത് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പോയിന്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ ഫോർ ജനറൽ പർപ്പസ് ഈസ് 118 ഡിഗ്രി. ദ കോൺ ഷേപ്ഡ് എൻഡ് വിച്ച് ഡസ് ദ കട്ടിംഗ് ഈസ് കാൾഡ് പോയിന്റ്. അതല്ലേ ഒരു കോൺ ഷേപ്പ് ആയിട്ടുള്ള ഒരു എൻഡ് ആണ് നമ്മുടെ ട്വിസ്റ്റ് ഡ്രില്ലിന്റെ ഈ ഷാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കോൺ ഷേപ്പിലുള്ള ഒരു എൻഡ് ആണ് എന്ത്
നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിന്റെ ആംഗിൾ ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് 118 ഡിഗ്രിയാണ്. ഈ ഒരു പോയിന്റ് ആണ് ശരിക്കും കട്ടിങ് തുടങ്ങുന്നത്. കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. ഡ്രിൽ ബിറ്റ് നമ്മളുടെ തേയ്മാനം മൂലം നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡ്രിൽ ബിറ്റിന് തേയ്മാനം വരും. അപ്പൊ ഈ ഡ്രിൽ ബിറ്റ് റീഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ആംഗിൾ കൃത്യമാണോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജ്. ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജിന്റെ ആംഗിൾ നമ്മൾ വിചാരിക്കുക 118 ഡിഗ്രി തന്നെയാണ് എന്നാണ്. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജ് ആയ നമുക്ക് ഒരു വട്ടം ഡ്രിൽ ഷാർപ്പൻ ചെയ്തിട്ട് അതിന്റെ പോയിന്റ് കൃത്യമാണോ എന്ന് നോക്കുന്ന ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജിന്റെ ആംഗിൾ വരുന്നത് 121 ഡിഗ്രിയാണ്. ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ 118 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജിന്റെ ആംഗിൾ 121 ഡിഗ്രിയാണ്. പരീക്ഷയിൽ ചോദിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് ആംഗിൾ ഓഫ് ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജ് 121 ഡിഗ്രി. നോക്കിയേ ഫ്ലൂട്ട്. ഇനി അടുത്ത പഠിക്കാനുള്ളതാണ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ മാർക്കിട്ടുള്ള ഫ്ലൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്ലൂട്ട് ആർ ദി സ്പൈറൽ ഗ്രൂവ്സ് വിച്ച് റൺ ടു ദി ലെങ്ത് ഓഫ് ദ ഡ്രിൽ. ദ ഫ്ലൂട്ട് ഹെൽപ്സ്. അതായത് നമ്മളെ ഒരു കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഈ ഫ്ലൂട്ടിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മൾ എൻ്റയർ ലെങ്ത്തിലോട്ട് ഈ ഫ്ലൂട്ട് കൊടുത്തിട്ടുണ്ടാവും. മുകളിൽ ഷാങ്ക് വരെയുള്ള ഇത്രയും ഭാഗത്ത് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഫ്ലൂട്ടുകൾ കൊടുത്തിട്ടുണ്ടാവും. കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടാവുക ഈ ഫ്ലൂട്ടിന്റെ മുകളിലായിട്ടാണ്. ഇതേപോലുള്ള കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടാവുക എവിടെയാണ്? ഈ ഫ്ലൂട്ടിന്റെ മുകളിലായിട്ടാണ്. ടു കേൾ ദ ചിപ്സ് ആൻഡ് അലോ ദിസ് കം ഔട്ട്. നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെ മെറ്റൽ ഇങ്ങനെ പുറത്തോട്ട് തെറിക്കുന്നതാണ്. നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഇങ്ങനെ പുറത്തോട്ട് തെറിക്കുന്നത് കാണാം അല്ലെ? ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മെറ്റൽ പുറത്തോട്ട് തെറിക്കുന്നത് കാണാം. ഈ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെറ്റലിനെ പുറത്തോട്ട് കേൾ ദ ചിപ്സ് അലോ ദിസ് ടു കം ഔട്ട്. അതായത് നമ്മളെ ചിപ്സിനെ പുറത്തോട്ട്, ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റൽ കട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ആ പൊടിയാണ് ചിപ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചിപ്സിനെ പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഫ്ലൂട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഈ ഡ്രിൽ ബിറ്റ് ചൂടാവില്ല. സ്വാഭാവികമായിട്ട് ഡ്രിൽ ബിറ്റ് ചൂടാകും. കാര്യം മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് ആണ് വരുന്നത്. നമ്മളൊരു മെറ്റലാണ് ഡ്രിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഡ്രിൽ ബിറ്റ് ഇങ്ങനെ താഴത്തോട്ട് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പൊ മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് വരുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും ഡ്രിൽ ബിറ്റ് ചൂടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഡ്രിൽ ബിറ്റ് ചൂടാവുന്ന സാഹചര്യങ്ങളിൽ ഇതിന് നമുക്ക് കൂളന്റ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെ? ഡ്രില്ല് ചെയ്തവർക്ക് അറിയാം. ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അവിടെ ഈ ഡ്രിൽ ബിറ്റിന്റെ ചൂടാവുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കൂളന്റ്, മുകളിൽ ഒഴിക്കുന്ന കൂളന്റ് ഈ കട്ടിംഗ് എഡ്ജ് വരെ എത്താൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നത്? ഈ പോയിന്റ് വരെ എത്താൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഫ്ലൂട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ കട്ടിംഗ് എഡ്ജ് എവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കുക? ഒരു ഡ്രിൽ ബിറ്റിൽ കട്ടിംഗ് എഡ്ജ് എവിടെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഫ്ലൂട്ടിലാണ് കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. കട്ടിംഗ് എഡ്ജിന്റെ നമ്മുടെ ഫ്ലൂട്ടിന്റെ ഉപയോഗം ഒന്ന് കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്യാനും അതേപോലെ ചിപ്സുകൾ പുറത്തോട്ട് ഇറങ്ങി വരാനും അതേപോലെ കൂളന്റ് മുകളിൽ നിന്നും താഴത്തോട്ട് ഒഴിക്കാനും വേണ്ടിയിട്ടാണ് ഫ്ലൂട്ടുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഭാഗമാണ് ഷാങ്ക് എന്ന് പറഞ്ഞ ഭാഗം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഈ ഷാങ്ക്? ദിസ് ഇസ് ദ ഡ്രൈവിംഗ് എൻഡ് ഓഫ് ദി ടിസ്റ്റ് ഡ്രിൽ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡ്രൈവിംഗ് എൻഡ് ഓഫ് ദി ടിസ്റ്റ് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാങ്ക് ആണ്. അതായത് നമ്മൾ മെഷീനിലോട്ട് ഫിക്സ് ചെയ്യുന്നത് ഈ ഷാങ്ക് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻസിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. അവിടെ നിൽക്കട്ടെ. ഡ്രില്ലിംഗ് മെഷീൻസിലോട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗം ഏതാണ്? ഈ ഷാങ്ക് ആണ്. ഈ പോയിന്റ് ആംഗിൾ കട്ടിങ് ചെയ്യും. ഈ ഫ്ലൂട്ടിൽ നമ്മൾ കട്ടിങ് എഡ്ജ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ മെഷീനിലോട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാങ്ക് ആണ് എന്ന് പഠിച്ചു വെക്കുക. ഷാങ്ക് ആർ ടു ടൈപ്പ്. ഷാങ്ക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടാപ്പർ ഷാങ്കും മറ്റൊന്ന് സ്ട്രെയിറ്റ് ഷാങ്കും. ഒന്ന് ടാപ്പർ ഷാങ്കും മറ്റൊന്ന് സ്ട്രെയിറ്റ് ഷാങ്കും ഉണ്ട്. എന്തിനോട്ടാണ് ഈ ഷാങ്ക്? ഷാങ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗമാണ് നമ്മളുടെ ഡ്രില്ലിംഗ് മെഷീൻസിന്റെ മുകളിലോട്ട് ഫിക്സ് ചെയ്യുന്നത്. അതിൽ ടാപ്പർ ഷാങ്കും ഉണ്ട്, സ്ട്രെയിറ്റ് ഷാങ്കും ഉണ്ട്. ഇത് നോക്കി, ഇതാണ് സ്ട്രെയിറ്റ് ഷാങ്ക്, ഇതാണ് ടാപ്പർ ഷാങ്ക്. ടാപ്പർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡയമീറ്റർ കൂടുതലും ഇവിടേക്ക് പോകുന്നവരും ഡയമീറ്റർ കുറഞ്ഞിട്ടുമുള്ള ഷാങ്കുകളെയാണ് എന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് ഷാങ്കുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ, അതായത് ഒരു സൈഡിൽ ഡയമീറ്റർ കൂടുതലും ഒരു സൈഡിൽ ഡയമീറ്റർ കുറവുമാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷേപ്പിനെയാണ് ടാപ്പർനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഷാങ്ക് നോക്കിയേ, ഇത് ടാപ്പർ അല്ലേ? അതായത് ഇവിടെ ഡയമീറ്റർ കൂടുതലാണ്, ഇവിടെ ഡയമീറ്റർ കുറവാണ്. അപ്പൊ ഇതേതാണ്? ടാപ്പർ ഷാങ്ക് ആണ് കേട്ടോ. ഇതേതാണ്? ടാപ്പർ ഷാങ്ക് ആണ്. എന്നാൽ നമ്മുടെ ഷാങ്കിന്റെ എൻറ്റയർ ലെങ്ത് എന്താണ്? ലെങ്ത്തിലും ഡയമീറ്റർ, ഷാങ്കിന്റെ എൻറ്റയർ ലെങ്ത്തിലും ഡയമീറ്റർ സെയിം ആണ് എന്നുണ്ടെങ്കിൽ, ഷാങ്കിന്റെ എൻറ്റയർ ലെങ്ത്തിലും ഡയമീറ്റർ സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഇത്തരം ഷാങ്കുകളെയാണ് സ്ട്രെയിറ്റ് ഷാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് ഷാങ്കും ഉണ്ട്, ടാപ്പർ ഷാങ്കും ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. ടാപ്പർ ഷാങ്ക് ആണെങ്കിൽ സ്ട്രെയിറ്റ് ഷാങ്ക് ആണ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മെഷീൻസിന്റെ മുകളിലോട്ട് ഫിക്സ് ചെയ്യുന്നത് ഈ ഷാങ്ക് ആണ് എന്ന് പഠിച്ചു വെക്കുക.
അടുത്ത ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്ന ഒരു ഭാഗം. ദ ലാൻഡ് ഓർ മാർജിൻ ഇസ് ദി നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ് ടു ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദി ഫ്ലൂട്ട്. ഈ ഫ്ലൂട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ നാരോ വളരെ തിൻ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പിനെയാണ് എന്ത് പറയുന്നത്, ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. ലാൻഡ് ഓർ മാർജിൻ ഇസ് ദി നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ് ടു ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദി ഫ്ലൂട്ടിൽ. ഫ്ലൂട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു നാരോ സ്ട്രിപ്പിനെയാണ് എന്ത് പറയുന്നത്, ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ആണ്. ദ ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ഈസ് മെഷേർഡ് അക്രോസ് ദി ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ. അതായത് ഈ ലാൻഡ് അല്ലെങ്കിൽ മാർജിന്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയമീറ്റർ ഓഫ് ദി ഡ്രിൽ ബിറ്റ് മെഷർ ചെയ്യുക. അതായത് നമ്മൾ മൈക്രോമീറ്റർ, ഔട്ട്സൈഡ് മൈക്രോമീറ്ററോ വെർനിയർ കാലിപ്പർ ഒക്കെ വെച്ച ഒരു ഡ്രിൽ ബിറ്റിന്റെ ഡയമീറ്റർ അളക്കണമെന്നുണ്ടെങ്കിൽ ഈ ലാൻഡിന്റെയും അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന്റെ അക്രോസ് ആയിട്ടുള്ള അളവാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഡയമീറ്റർ ഓഫ് ദി ഡ്രിൽ ബിറ്റ് ആയിട്ട് എടുക്കാറുള്ളത്. അപ്പൊ ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ബിറ്റ് ഈസ് മെഷേർഡ് അക്രോസ് ദി ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ. ഷാങ്കിലോ ഫ്ലൂട്ടിലോ പോയിന്റിലോ ഒന്നുമല്ല അളക്കുക. നമ്മുടെ ഒരു ഡ്രില്ലിന്റെ ഡയമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോമീറ്റർ എവിടെയാണ് പിടിപ്പിക്കുക, ലാൻഡിന്റെ ഈ ഒരു ലാൻഡിന്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുക. അതാണ് എന്തായിട്ട് എടുക്കുന്നത്, നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നത്. എന്താണ് ഈ ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് ചോദിച്ചത്, നാരോ സ്ട്രിപ്പ് വിച്ച് എക്സ്റ്റെൻഡ് ടു ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദി ഫ്ലൂട്ട്. ഫ്ലൂട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ചെറിയൊരു നാരോ സ്ട്രിപ്പിനെയാണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കി, അടുത്താണ് ബോഡി ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. നമ്മുടെ ഡ്രിൽ ബിറ്റിന്റെ കേസിൽ അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ബോഡി ക്ലിയറൻസ് എന്നുള്ള ഒരു ഭാഗമാണ്. ബോഡി ക്ലിയറൻസ് ഇസ് ദി പാർട്ട് ഓഫ് ദി ബോഡി വിച്ച് ഇസ് റെഡ്യൂസ്ഡ് ഇൻ ഡയമീറ്റർ ടു കട്ട് ഡൗൺ ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഡ്രിൽ ആൻഡ് ദ ഹോൾ ടു ബി ഡ്രിൽഡ്. നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു മെറ്റൽ ടു മെറ്റൽ കോൺടാക്റ്റും അവിടെ ഒരു ഫ്രിക്ഷനും ഉണ്ടാവും. ആ ഫ്രിക്ഷൻ മൂലം ഹീറ്റും ജനറേറ്റ് ചെയ്യും. അപ്പൊ നോക്കി, എന്തിനു വേണ്ടിയാണ് ഈ ബോഡി ക്ലിയറൻസ് കൊടുക്കുന്നത് ചോദിച്ചാൽ, ഈ ബോഡി ക്ലിയറൻസ് വളരെ ചെറിയൊരു എന്താ പറയാ, ഡയമീറ്റർ കുറവായിരിക്കും. ഈ ഒരു ഭാഗത്ത് ഡയമീറ്റർ കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ കാരണം എന്താ, വളരെ കുറച്ചിട്ടോ, വളരെ ചെറിയൊരു വ്യത്യാസം ഡയമീറ്ററിൽ ഉണ്ടാവും. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയമീറ്റർ കുറവായി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗവും നമ്മളുടെ വർക്ക് പീസുമായിട്ടുള്ള ഫ്രിക്ഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതായത് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ബോഡി ക്ലിയറൻസ് എന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്, ബോഡി ക്ലിയറൻസ് ഇസ് ദി പാർട്ട് ഓഫ് ദി ബോഡി വിച്ച് റെഡ്യൂസ്ഡ് ഇൻ ഡയമീറ്റർ. ഡയമീറ്റർ കുറവായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ബോഡി ക്ലിയറൻസ് എന്ന് പറയുന്നത്. ടു കട്ട് ഡൗൺ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഡ്രിൽ ആൻഡ് ദ ഹോൾ ടു ബി ഡ്രിൽഡ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഓഫ് എ ഡ്രിൽ ബിറ്റ് എന്താണ്, കട്ട് ഡൗൺ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഡ്രിൽ ആൻഡ് ദ ഹോൾ ടു ബി ഡ്രിൽഡ്. നമ്മളെ ഡ്രില്ല് ചെയ്യുന്ന ഹോളും ഡ്രിൽ ബിറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഡ്രിൽ ബിറ്റിൽ കൊടുത്തിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബോഡി ക്ലിയറൻസ് എന്ന് പഠിച്ചു വെക്കുക. കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്തിട്ടുള്ളത് ഫ്ലൂട്ട് എന്ന് പറയുന്ന ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു നാരോ സ്ട്രിപ്പ് ആണ് എന്നും പഠിച്ചു വെക്കുക. പോയിന്റ് ആംഗിളും നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചു. ഷാങ്ക് നമ്മളുടെ മെഷീനിലോട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗമാണ് എന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്രിൽ ചക്കുകളെ കുറിച്ചാണ്. ഡ്രിൽ ചക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. ഡ്രിൽ ബിറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ഡ്രിൽ ബിറ്റ് ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വെച്ച ഈ കീ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഇതിങ്ങനെ മുകളിലോട്ട് അങ്ങോട്ട് കയറ്റി വെക്കും, എന്നിട്ട് ഈ കീ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഡ്രിൽ ബിറ്റിന്റെ ഈ ഷാങ്ക് എന്ന് പറയുന്ന ഭാഗം ഈ ഡ്രിൽ മെഷീന്റെ മുകളിൽ ഈ ചക്കില് ഫിക്സ് ചെയ്യുന്നു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രിൽ ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡ്രിൽ ബിറ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു വസ്തുവാണ് എന്ത്, ഡ്രിൽ ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽസ് ആർ ഹെൽഡ് ഇൻ ഡ്രിൽ ചക്ക്. ഡ്രിൽ ചക്കുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ. ഇതായി ചിത്രത്തിൽ കാണുന്ന നോക്കിയേ, സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റ് ആണ് അല്ലെ. ടാപ്പർ ഷാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടത്തെയും ഡയമീറ്ററിൽ വ്യത്യാസം വേണം. പക്ഷെ നോക്കിയേ, സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റ് ആണ്. സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ ഡ്രിൽ ചക്കിലാണ് ഹോൾഡ് ചെയ്യാറുള്ളത്. സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ ഡ്രിൽ ചക്കിലാണ് ഹോൾഡ് ചെയ്യാറുള്ളത്. ഫോർ ഫിക്സിംഗ് ആൻഡ് റിമൂവിംഗ് ഡ്രിൽസ് സ്പെഷ്യൽ കീസ് ആർ പ്രൊവൈഡഡ്. ഇങ്ങനെ നമ്മളുടെ ഡ്രിൽ ബിറ്റ് ഈ ഒരു ഡ്രിൽ ചക്കിലോട്ട് പിടിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ കീകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കീ ഇത് അങ്ങനെ വെച്ച് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഗ്യാപ്പ് കുറയുകയും നമുക്ക് ഈ ഡ്രിൽ ബിറ്റ് ഇങ്ങോട്ട് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യാനും പറ്റുന്നു. അപ്പൊ സ്ട്രെയിറ്റ് ഷാങ്ക് പരീക്ഷയ്ക്ക് അതാണ് ചോദിക്കുക. സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽസ് ആർ ഹെൽഡ് ഇൻ ദ ഡ്രിൽ ചക്ക്. സ്ട്രെയിറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ പിടിപ്പിക്കുന്നത് ഡ്രിൽ ചക്കിലോട്ടാണ് എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റ് ഉണ്ടല്ലോ, ഇത് ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റ് ആണ്. ഇത് ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റ് ആണ്. ഈ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റ് എങ്ങനെയാ പിടിപ്പിക്കുക, ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലീവ് ആൻഡ് സോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. സ്ലീവ് ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു സോക്കറ്റ് ആണ്, ഒരു വസ്തുവാണ് സ്ലീവ് ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റിന് ഒരു ടാപ്പർ ഉണ്ടാവുമല്ലോ. ടാപ്പർ എന്ന് പറഞ്ഞാൽ മുകളിലെ ഡയമീറ്റർ കുറവ്, താഴത്തോട്ട് എത്തുന്നവരും ഡയമീറ്റർ കൂടുതലുമായിട്ടുള്ള ഈ ഒരു ടാപ്പർ ഉണ്ടാവുമല്ലോ. ഈ ഒരു ടാപ്പറിന് പറയുന്ന പേര് മോസ് ടാപ്പർ എന്നാണ്. അപ്പൊ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റിൽ കൊടുത്തിരിക്കുന്ന
കൊടുത്തിരിക്കുന്ന ടാപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റിൽ കൊടുത്തിരിക്കുന്ന ടാപ്പർ മോസ് ടാപ്പർ ആണ് എന്ന് പഠിച്ചു വെക്കുക. ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റിൽ കൊടുത്തിരിക്കുന്ന ടാപ്പർ മോസ് ടാപ്പർ ആണ് എന്ന് പഠിച്ചു വെക്കുക. ഈ ടാപ്പർ നമുക്കറിയാം എന്താ, വ്യത്യസ്ത ഡയമീറ്റർ ആണ്. മുകളിലെ ഡയമീറ്ററും താഴത്തെ ഡയമീറ്ററും വ്യത്യാസമാണെങ്കിൽ ഇതിനെ ടാപ്പർ നസി എന്നാണ് പറയുക. നമ്മളുടെ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റിൽ കൊടുത്തിരിക്കുന്നത് മോസ് ടാപ്പർ ആണ് എന്നും പഠിച്ചു വെക്കുക. നോക്കി, ഈ ഒരു മോസ് ടാപ്പർ ഇങ്ങനെ എന്താണ്, ഇങ്ങനെയല്ലേ കൊടുത്തിട്ടില്ല, ഇങ്ങനെയല്ലേ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയല്ലേ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തും നമ്മൾ ഈ സ്ലീവിനകത്തും ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ടാപ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ടാപ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ഡ്രിൽ ബിറ്റ് ഇതിനകത്തോട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ച് പ്രസ് ചെയ്യാണ്, താഴത്ത് ഇങ്ങോട്ട് പ്രസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇതിനോട് മാച്ചിങ് ആയിരിക്കുന്ന ഒരു ടാപ്പർ ആണ് ഇതിനകത്തുണ്ടാവുക. ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ടാപ്പർ ആണ് ഇതിനകത്തുണ്ടാവുക. അത് കൃത്യമായിട്ട് ഇതിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നു. അതാണ് പറയുന്നത് നമ്മുടെ മോസ് ടാപ്പർ എന്ന് പറയുന്ന ഒരു സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ ആണ്. സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ എന്ന് പറഞ്ഞാൽ ഈ ടാപ്പർ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇത് അവിടെ ഹോൾഡ് ചെയ്തിരിക്കും. Sleeve and sockets are made with the same tapper, so that tapper shank of drill when engaged will give a good wedging action. അതായത് പിടിച്ചിരിക്കും. Due to this reason, most tappers are also called self-holding tapper. 2-3 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലീവുകളും സോക്കറ്റുകളും ഉപയോഗിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ ഹോൾഡ് ചെയ്യാൻ ഡ്രിൽ ചക്കുകൾ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ ഹോൾഡ് ചെയ്യാൻ സ്ലീവുകളും സോക്കറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾക്ക് മോസ് ടാപ്പർ കൊടുത്തിരിക്കും. മോസ് ടാപ്പറിന് എന്താണ് പറയാ? മോസ് ടാപ്പേഴ്സ് ആർ ആൾസോ കോൾഡ് സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ എന്നും പഠിച്ചു വെക്കുക. സെൽഫ് ഹോൾഡിംഗ് ടാപ്പർ എന്നും പറയാറുണ്ട്. ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ ഹോൾഡ് ചെയ്യാൻ സ്ലീവുകളും സോക്കറ്റുകളും ഒക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, നമുക്ക് ആ ഡ്രില്ലിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവസാനമായിട്ട് ഒരു ടൂളും കൂടി ഉണ്ട്. അതിന്റെ പേര് ഡ്രിൽ ഡ്രിഫ്റ്റ് എന്നുള്ള ഒരു ടൂളാണ്. ഡ്രിൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ടൂളാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു ടൂളിനെയാണ് ഡ്രിൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഹാമർ ഉണ്ട്, ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഹാമർ ഉപയോഗിച്ച് ഡ്രിൽ ഡ്രിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ഇസ് എ ടൂൾ യൂസ്ഡ് ടു റിമൂവ് ഡ്രിൽ ആൻഡ് സോക്കറ്റ് ഫ്രം മെഷീൻ സ്പിൻഡിൽ. നമ്മളുടെ മെഷീൻ സ്പിൻഡിൽ നിന്നും ഇതേപോലെ ചക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സോക്കറ്റുകളോ അല്ലെങ്കിൽ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന സോക്കറ്റുകളോ അല്ലെങ്കിൽ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇത് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെച്ച് പ്രസ് ചെയ്തിട്ട് കയറ്റിയല്ലേ ചെയ്യുക. ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ അത് സെൽഫ് ഹോൾഡിംഗ് ആണ്. ഇതിങ്ങോട്ട് താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ പോരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇതേപോലെ ഒരു ടൂള് വെച്ച് ഇതേപോലുള്ള ഒരു ടൂള് വെച്ചിട്ട് അങ്ങോട്ട് അടിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കും. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഡ്രില്ലിനെ അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റിനെ ഡ്രിൽ സോക്കറ്റിനെ ഒക്കെ റിമൂവ് ചെയ്യാൻ നമ്മുടെ മെഷീൻ സ്പിൻഡിലിന്റെ മുകളിൽ നിന്ന്, അതാണ് ചോദിക്കുക, മെഷീൻ സ്പിൻഡിലിന്റെ മുകളിൽ നിന്നും നമ്മളുടെ ഡ്രിൽ ബിറ്റുകളോ അല്ലെങ്കിൽ സോക്കറ്റുകളോ ചക്കുകളോ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രിൽ ഡ്രിഫ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഡ്രിൽ ഡ്രിഫ്റ്റും ഹാമറും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷീൻ സ്പിൻഡിലിന്റെ മുകളിൽ നിന്നും എന്തൊക്കെ റിമൂവ് ചെയ്യുന്നത്, മെഷീൻ സ്പിൻഡിലിന്റെ മുകളിൽ നിന്നും നമ്മളെ ഡ്രില്ലുകളോ സോക്കറ്റുകളോ ഡ്രിൽ ബിറ്റുകളോ ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമ്മൾ ഡ്രിൽ ബിറ്റുകളെ കുറിച്ച് പഠിച്ചു. ഡ്രിൽ ബിറ്റ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. പോയിന്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ 118 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ഡ്രിൽ ഗ്രൈൻഡിങ് ഗേജിന്റെ ആംഗിൾ 121 ഡിഗ്രി ആണ്. ഇതൊക്കെയാണ് സ്ഥിരം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്നിരുന്നാൽ പോലും ഫ്ലാറ്റ് ഡ്രില്ലിൽ പറഞ്ഞ മറ്റൊരു പേര് സ്പേഡ് ഡ്രില്ലാണ്. എവിടെയാണ് ഉപയോഗിക്കുന്നത് പഠിക്കാം. സ്ട്രേറ്റ് ഫ്ലൂട്ട് ഡ്രിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് പഠിക്കാം. ട്വിസ്റ്റ് ഡ്രില്ലിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പഠിക്കണം. എന്താണ് ബോഡി ക്ലിയറൻസ്, എന്താണ് ഫ്ലൂട്ട്, അതേപോലെ തന്നെ എന്താണ് ലാൻഡ് അല്ലെങ്കിൽ മാർജിൻ, എന്താണ് പോയിന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. സ്ട്രൈറ്റ് ഷാങ്ക് ഡ്രിൽ ബിറ്റ് ഡ്രിൽ ചക്കിലാണ് പിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ടാപ്പർ ഷാങ്ക് ഡ്രിൽ ബിറ്റ് സ്ലീവുകളും സോക്കറ്റുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പിടിപ്പിക്കുക. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻസിന്റെ സ്പിൻഡിലിന്റെ മുകളിൽ നിന്നും ഇത്തരത്തിൽ ഡ്രിൽ ബിറ്റുകളോ അല്ലെങ്കിൽ സോക്കറ്റുകളോ അല്ലെങ്കിൽ ചക്കുകളോ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡ്രിൽ ഡ്രിഫ്റ്റ് എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഡ്രിൽ ബിറ്റ്സും അല്ലെങ്കിൽ ഡ്രില്ലിംഗ് എന്നുള്ള ആദ്യ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻസും ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.